എല്ലാവർക്കും കുക്കണിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പപ്പടം മേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മാവേലി മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ. നമ്മൾ ഇന്ന് 3ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റോ വെജിറ്റബിൾ പച്ചടി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് റോ ആയിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ആകെ നമ്മൾ കടുകർക്കം മാത്രമാണ് ഗ്യാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാൻ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു വലിയ പാത്രം എടുക്കുകയാണ്. ഇതിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്താൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് വെള്ളരിക്കയാണ്. അപ്പോൾ നമ്മളിത് 1 കപ്പ് വെള്ളരിക്കാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് ക്യാരറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നല്ല ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ചീകി എടുത്താണ്. അപ്പോൾ 1 കപ്പ് ക്യാരറ്റ് കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് സവോളയാണ് കേട്ടോ. അതും 1 കപ്പ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് കക്കിരിക്ക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കുക്കുംബർ എന്ന് പറഞ്ഞാൽ മതി. ഈ സാധനം കൂടെ നമ്മൾ 1 കപ്പാണ് എടുക്കാൻ പോണത്. അപ്പം അത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്. ഇതുപോലെ നമ്മൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം എടുക്കുന്നില്ല, കുറച്ച് മതി നമുക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം 1 സ്പൂണ് പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോണത് കുറച്ച് കറിവേപ്പിലയും കൊത്തമല്ലിയും കൂടെ ഇതുപോലെ മുറിച്ചെടുത്തത് കേട്ടോ. നല്ല ചെറുതാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊരു 3 സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഏകദേശം ആവശ്യത്തിന് നിങ്ങളുടെ ഒരു ടേസ്റ്റിന് നമ്മളപ്പോൾ ഏകദേശം ഇത്ര ഉപ്പ് എടുക്കുന്നുണ്ട്. ഇതുകൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോണത് ഇതുപോലെ 1 കപ്പ് തേങ്ങ, കുറച്ച് ഇഞ്ചി, കുറച്ച് കടുക്, ഒരു 2 പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സിയിൽ ഇത് അരച്ചെടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കൂട്ടിലോട്ട് നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് കൂടെ എടുക്കാൻ പോകണം. അപ്പോൾ തൈര് നമ്മൾ ഏകദേശം ഇതുപോലെ 1 കപ്പിൽ ഫുൾ തൈര് എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ സാധനമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് നല്ലപോലെ മിക്സിയിട്ട് ചതച്ചിട്ട് അതിനൊന്ന് അരിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോണത്. ഇപ്പോൾ കണ്ടോ നല്ല കളർ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ ഇതിന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ കളറിൻ്റെ രഹസ്യം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കടുകും മുളകും കൂടെ താളിച്ചതുകൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ റോ വെജിറ്റബിൾ പച്ചടി തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂന്തി കൂടി ഇട്ടിട്ടാട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ബൂന്തി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തൈരാണല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ തൈരുള്ളതുകൊണ്ട് ബൂന്തി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ തൈര് വടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൂന്തി ഇടുന്നത്. അതുപോലെ ഒരു സംഭവമാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് അടുത്തത്. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല റോസ് കളറായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. കിട്ടും കേട്ടോ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാലഡിൻ്റെ ചെറിയൊരു ടേസ്റ്റും വരുന്നുണ്ട്. പക്ഷെ ഫുള്ള് സാലഡിൻ്റെ ടേസ്റ്റ് അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ
തേങ്ങയുടെ ഒരു ഫ്ലേവർ കൂടെ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ കടുക് കൂടെ വറുത്തിട്ടപ്പോൾ നല്ല പൊളി ടേസ്റ്റ് ആട്ടോ വരുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. മാക്സിമം ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നാളെ തിരുവോണമാണ്, അപ്പോൾ തിരുവോണം തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ പൊളിയായിരിക്കും. സദ്യക്ക് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളുമാണ്, പിന്നെ നല്ല ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടുമെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.